നിങ്ങൾ ഈ ക്രിസ്തുമതത്തിൻ്റെയൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നതാണ് വി ട്രീറ്റ് ആൻഡ് ഹി ഹീൽസ് എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ മാത്രം നടക്കട്ടെ. ആളുകളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക, കൺവെൻഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുക. എന്തിനാണ് ഈ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത്? ഒന്നീ പാപത്തിനുള്ള ശിക്ഷ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിനോദം. ഇത് രണ്ടും മാത്രമാണ് രോഗം. ഇതാണ് പഴയ പെന്തക്കോസ്തുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ശിക്ഷിക്കത്തില്ല, അവർ ചികിത്സിക്കത്തില്ല. അവർ രോഗം ദൈവം തന്നാണല്ലോ രോഗം. ദൈവം അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. അത് മാറ്റാനായിട്ട് നിങ്ങൾ ഈ വെറുതെ കെമിക്കൽസ് അടിച്ച് കയറ്റിയിട്ട് കാര്യമുണ്ടോ? അതായിരുന്നു അവരിപ്പം അവർ വരെ ഇപ്പം ചൂട് മാറ്റിയിട്ട് ഹോസ്പിറ്റലുകളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ മിക്കവാറും 10 വർഷത്തിനുള്ളിൽ പെന്തക്കോസ്റ്റുകാരുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉയരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. കാര്യം അവരെല്ലാം വെള്ളം ചേർത്ത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, ഇവരെല്ലാം വ്യക്തികൾക്കാണ് ചികിത്സ കൊടുക്കുന്നത്. ഒരു വ്യക്തി ഒരു മുടന്തൻ വരുന്നു, മുടന്തനെ ചികിത്സ ഭേദമാക്കുന്നു. ഒരു അന്ധൻ വരുന്നു, ചികിത്സ ഭേദമാക്കുന്നു. എന്തുകൊണ്ട് why can they be like Louis Pasteur or Alexander Fleming? പണ്ട് ഹിച്ചൻസ് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരാളുടെ അന്ധത പരിഹരിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായിരിക്കും അന്ധതയ്ക്ക് ഒരു മരുന്ന് കണ്ടുപിടിക്കുക, ഒരു സർജറി കണ്ടുപിടിക്കുക, സോ ദാറ്റ് എവറിബഡി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എല്ലാ തലമുറകളിലും വരുന്ന മനുഷ്യർക്ക് എല്ലാം സഹായിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളിലൂടെ നിങ്ങൾ സജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതെല്ലാവർക്കും. അലക്സാണ്ടർ ഫ്ലെമിങ് കണ്ടുപിടിച്ച പെൻസിലിൻ്റെ ഉപയോഗം 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും 2 ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിലും എത്രയോ പേരുടെ വേദനയകറ്റി, മുറിവുകൾ ഉണക്കി, സെപ്റ്റിക് ആവുന്നതിനെ തടഞ്ഞു. ഇത്ര വലിയ സംഭാവനയാണ് അദ്ദേഹം ചെയ്തത്. ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിനെതിരെയുള്ള റാബീസ് വാക്സിൻ, വേറെ പലതും ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനമായിട്ട് വളരെ അവികസിതമായൊരു പിപ്പറ്റിലൂടെയാണ് ശരിക്കും ഈ പേപ്പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വലിച്ചെടുത്തുകൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് പരീക്ഷണങ്ങൾ നടത്തിയത്. ഒരല്പം തെറ്റിപ്പോയിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ ഒരു കണ്ടാമിനേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത്ര വലിയൊരു ത്യാഗം, ആത്മത്യാഗത്തിലൂടെയാണ്. എത്രയോ പേര് പരാജയപ്പെട്ടിട്ടുണ്ടാവും, എത്രയോ പേര് വീണു പോയിട്ടുണ്ടാവും ഈ ഒരു ഘട്ടങ്ങളിൽ. അതിലൂടെയാണ് നമ്മളിന്ന് ഈ കാണുന്ന സുഖവും സൗകര്യവും ഈ രോഗശാന്തി, യഥാർത്ഥ രോഗശാന്തി, സാങ്കല്പിക രോഗശാന്തിയല്ല നമ്മൾ അനുഭവിക്കുന്നത്. പീപ്പിൾ ലൈക്ക് അലക്സാണ്ടർ ഫ്ലെമിങ്, പീപ്പിൾ ലൈക്ക് ലൂയി പാസ്റ്റർ, ഈ ജീസസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി an ഇൻസൾട്ടാണ്. ഇവരുടെയൊക്കെ ശ്രമങ്ങളും ത്യാഗങ്ങളും ഒക്കെ നോക്കും. മാത്രമല്ല അവരൊരാളെ അല്ല ചികിത്സിക്കുന്നത്. ഒരു അന്ധൻ വരുമ്പോൾ അന്ധൻ്റെ ചികിത്സ മാറ്റുകയല്ല. തിരുവനന്തപുരത്ത് വരുന്ന തങ്കമണി എന്ന് പറയുന്ന അമ്മൂമ്മയുടെ മുട്ടുവേദന മാറ്റുകയല്ല ചെയ്യുന്നത്, മുട്ടുവേദനകളില്ലാതാക്കാണ്. ദ യൂണിവേഴ്സൽ മുട്ടുവേദനാസ് ആർ റിമൂവ്ഡ്. അതാണ് സയൻസ് ചെയ്യുന്ന ജോലി. അത് ഈ പണിയല്ല. ഇതേ കണക്ക് പൂച്ചയെ കറക്കി ഉടായ്പകളല്ല. മൊത്തത്തിൽ അതൊരു പെന്തക്കോസ്റ്റുകാരൻ്റെയും ഒരു കത്തോലിക്കൻ്റെയും ഒരു ഏത്തീസ്റ്റിൻ്റെയും ഒരു മുസ്ലിമിൻ്റെയും രോഗം മാറ്റാൻ ആധുനിക സയൻസിൻ്റെ മരുന്നുകൾക്കും സങ്കേതങ്ങൾക്കും സാധിക്കുന്നതാണ്.